നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛന് ഞാൻ കോളേജിലേക്കല്ല പോകുന്നത്, ഗോകുലന്റെ വീട്ടിലേക്ക്. ഗോകുലിന്റെ വീട്ടിലേക്കോ? അതെന്തിനാടി അവിടെ പോന്നെ? അത് അച്ഛനെ അറിയൂ. അവിടേക്കാ പോകുന്നെന്ന് അച്ഛൻ നിന്നോട് പറഞ്ഞു മോളെ? അതെ ചേച്ചി, ഞാൻ രാവിലെ ഹോസ്റ്റലിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞതാ. പിന്നെ ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയത് സത്യമാണെന്ന് അറിയാനായിരിക്കും അച്ഛൻ അവിടെ പോകുന്നത്. അതിന് ഇവളെ കൊണ്ടുവന്നത് എന്തിനാ? എനിക്ക് തോന്നുന്നത് ഇന്ദുവിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഗോകുലിന്റെ മഞ്ചാടിയുടെയും കല്യാണം അച്ഛൻ വേണ്ടെന്ന് വെക്കുന്ന. ആ കണ്ടില്ലേ അവളുടെ സന്തോഷം. എന്തായാലും ആ ഗോകുലിന്റെയും വീട്ടുകാരുടെയും കാര്യം വലിയ കഷ്ടം തന്നെ. മഞ്ചാടി, നീ പോയി അച്ഛനെ വിളിക്ക്. ചെല്ല്. ആ ഗോകുല് വരൂ. അത് മാഷില്ലേ ചേച്ചി? ഉണ്ട്, അകത്തേക്ക് വാ ഗോകുലെ. അച്ഛനും മഞ്ചാടി അങ്ങോട്ട് വരാൻ ഇറങ്ങിയായിരുന്നു. ആണോ? ഞാൻ കുറച്ചുകൂടെ താമസിച്ചെങ്കിൽ അവരെ കാണാൻ കഴിയില്ലായിരുന്നല്ലേ? ഗോകുല് വാ. ആഹാ, ഗോകുലെന്താ രാവിലെ തന്നെ ഈ വഴിക്ക്? ഒരു കാര്യം മാഷിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. ആ ഇരിക്കും. മോളെ ചായ എടുത്തോളൂ. ആ ശരി ചേച്ചി, ഞാൻ എടുക്കാം. ഇന്ദുവിന്റെ കല്യാണത്തിൽ ഒരു ചെറിയ തടസ്സമുണ്ട് മാഷെ, അത് പറയാനാ ഞാൻ വന്നത്. ചിലതൊക്കെ ഞങ്ങളും കേട്ടു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ മഞ്ചാടിയും കൂട്ടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ വിവരങ്ങൾ അറിഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളിൽ നിന്നല്ല. അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് ഗോകുൽ പറയും. സത്യനെ അവന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ അവൻ കുറച്ചുനാൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതിന്റെ പേരിൽ അവന്റെ അമ്മ തന്നെ ചില അപവാദങ്ങൾ ഉണ്ടാക്കി രാഹുലിനെ അറിയിച്ചു. അതിന്റെ പേരിൽ രാഹുൽ വീട്ടിൽ വന്ന് അവന്റെ പ്രതിഷേധം അറിയിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി. അത് പിന്നെ രാഹുലുമായി സംസാരിച്ച തീരുന്ന പ്രശ്നമാണെന്നാ അച്ഛനും ഞാനൊക്കെ കരുതിയത്. പക്ഷേ ഇൻവിറ്റേഷൻ ലെറ്ററുമായി അച്ഛനും അമ്മയും അവിടെ ചെന്നപ്പോ മാരേജിന് താല്പര്യമില്ലെന്ന് രാഹുൽ തീർത്തു പറയായിരുന്നു. അപ്പോഴും കാരണം പറഞ്ഞത് സത്യനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണോ? അതൊന്നും ഒരു കാരണമല്ലെന്ന രീതിയിലാ അപ്പോൾ അവൻ അച്ഛനോടും അമ്മയോടും സംസാരിച്ചത്. കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡനത്തിനിരയായ പെൺകുട്ടിയല്ലേ ഗോകുല് കല്യാണം കഴിക്കാൻ പോന്നെ. ആ വിവാദ നായികയെ തന്നെയാണ് ഗോകുല് കല്യാണം കഴിക്കുന്നെങ്കിൽ എന്റെയും ഇന്ദുവിന്റെയും കല്യാണം നടക്കില്ല. അവനെ അനന്തമാഷിന്റെ കുടുംബത്തെക്കുറിച്ച് എന്തറിയാം? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഡോക്ടറെ വെറുതെ ആരും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും വെച്ചാ. ചിലപ്പോ അത് ചെയ്തതേ അവര് തന്നെയായിരിക്കും.
ആ സുശീല. ആരോ രാഹുലിനെ കല്യാണത്തിന് പിന്തിരിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു കാണും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഇവിടെ ഈ കാര്യം വന്ന് പറഞ്ഞത് സുശീലെ. അവർക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഈ ഒരു കാരണം പറഞ്ഞ് രാഹുൽ ഇന്ദുവിനെ വേണ്ടെന്ന് വെക്കരുത്. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഗോകുൽ മഞ്ചാടി മാറ്റി നിർത്തണമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാനും മോളും കൂടി അങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. എനിക്കോ എന്റെ മോൾക്കോ അതിലൊരു വിഷമമില്ല. മഞ്ചാടി എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അതൊരു സത്യമാണ്. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ മഞ്ചാടിയുടെ ഭാവിക്ക് ഞാനൊരു തടസ്സമാകുമെന്ന് പോലും എനിക്ക് തോന്നി. പിന്നെ ഞാനും മഞ്ചാടി അതേക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ അന്നെടുത്ത തീരുമാനം മഞ്ചാടിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരുമിക്കാനുള്ള മാനസികാവസ്ഥ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന. പിന്നെ അതിനിടയിൽ വീട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി ഒരു എൻഗേജ്മെന്റിനെ സമ്മതിച്ചു എന്ന് മാത്രം. ഈ കല്യാണം നടന്നില്ലെങ്കിലും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ലെന്ന് മഞ്ചാടിക്കറിയാം. ഗൂഗിള് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇക്കാര്യം സംസാരിച്ചോ? സംസാരിച്ചു. മഞ്ചാടിയുടെ പേരിൽ ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയെന്നറിയുമ്പോൾ മാഷും കുടുംബവും വിഷമിക്കുമെന്നുള്ള ആദ്യ അച്ഛന്. തന്റെ കല്യാണം മുടങ്ങിയാലും ഏട്ടന്റെയും മഞ്ചാടിയുടെയും കല്യാണം നടത്തണമെന്ന വാശിയ ഇന്ദുവിന്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ എല്ലാം നടന്നു കാണണമെന്നുള്ള ആഗ്രഹവും. ഒടുവിൽ ഞാനൊരു തീരുമാനമെടുത്തു. അത് പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നീ പറയാതെ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും ഗൂഗിൾ. ആ തീരുമാനത്തിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം. ഞാനും എൻ്റെ മോളും പൂർണ്ണ മനസ്സോടെ തന്നെ അത് അംഗീകരിക്കുന്നു. കൊടുക്ക. ഞാനിനി രാഹുലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവന്റെ ഇന്ദുവിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ മഞ്ചാടിയെ മറക്കുകയാണെന്ന് പറയാം. അച്ഛനും അമ്മയും വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു. അവർക്ക് ഞാനും ഇന്ദു ഒരുപോലല്ലേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടന്നു കാണാനല്ലേ അവരാഗ്രഹിക്കൂ. എന്റെയും മഞ്ചാടിയുടെ എൻഗേജ്മെന്റ് നടക്കാൻ വേണ്ടി തന്റെ കല്യാണം മുടങ്ങിയാലും കുഴപ്പമില്ലെന്ന് ഇന്ദു ഒരു ജാടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും രാഹുലുമായുള്ള കല്യാണം മുടങ്ങുന്നതിൽ അവളുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് പണ്ടെപ്പോഴോ മഞ്ചാടിയോട് തോന്നിയൊരു പ്രണയം മാത്രമേ ഉള്ളൂ. തിരിച്ച് അങ്ങനെ ഒരു ഇഷ്ടം അവൾക്ക് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്റേത് വെറും ബാലിശമായ ഒരു ആഗ്രഹം മാത്രമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതിനുവേണ്ടി എന്റെ കുടുംബത്തിന്റെ വലിയൊരു സ്വപ്നം തകർത്ത് കളയാൻ എനിക്കാവില്ല. അതുകൊണ്ട് മഞ്ചാടിയുടെയും അവളുടെ വീട്ടുകാരുടെയും സമ്മതത്തോടെ
മഞ്ചാടിയെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പിന്മാറിയിരിക്കുകയാണ്. ഇന്ദുവിന്റെ രാഹുലിന്റെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കണം. അതിനൊരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. നീ എന്താ രാഹുൽ ഒന്നും മിണ്ടാത്തെ? നിന്റെ ആവശ്യം മാനിച്ച് ഗോകുൽ അവന്റെ ആഗ്രഹം പോലും മാറ്റിവെച്ചില്ലേ? ഇനി കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഗോകുൽ ആരെ കല്യാണം കഴിക്കുന്നതിലും എനിക്കൊരു എതിർപ്പുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും അല്ലേ. അതിലൊക്കെ ഇടപെടേണ്ട കാര്യം എനിക്കെന്താ? രാഹുൽ പിന്നെ എന്തിനായിരുന്നു എന്റെ അച്ഛനും അമ്മ ഇവിടെ വന്നപ്പോ നിങ്ങൾ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത്?